നമ്മളെ കാലത്ത് തന്നെ തൃശ്ശൂർ ശക്തനിലേക്ക് വന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര കോമഡിയാ. പരസ്പരം പാര വെപ്പാണ് ഇവരെ മെയിൻ പണി. ചവിട്ടി പോകുന്നുണ്ട്. ആ പാടം നികത്തി ആക്കിയിട്ടാണ് ശക്തൻ മാർക്കറ്റ്. ചിലൊരു സ്നേഹമുള്ള ഒരു ടിൻഡു പോന്ന് വിളിക്കും. ശക്തനെ വന്നിട്ട് ഭാഗ്യം കിട്ടും നോക്കണ്ടേ. സിൽവർ സ്റ്റാലിൻ പണ്ടത്തെ സൂപ്പർ സ്റ്റാറിന്റെ പേരാണ്. രണ്ടുപേരുടെ പാട്ടൊക്കെ പാടുന്ന കേട്ടോ. വീഡിയോ എന്റെ വാക്ക് പാലിക്കത്തില്ല, പ്രവൃത്തി പാലിക്കും. നമ്മളെ കാലത്ത് തന്നെ തൃശ്ശൂർ ശക്തനിലേക്ക് വന്നു കേട്ടോ. നമുക്കൊരു ചിരക്ക് വാങ്ങിക്കണം, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിലത്തെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റുകളിൽ ഒന്നായിട്ടുള്ള ശക്തനിലേക്ക് വന്നതാണ്. തൃശ്ശൂർ ശക്തനിലേക്ക്. കൂർക്കയ്ക്ക് എത്ര വില? 120 കൂർക്ക. കൂർക്കരെ സമയമായിട്ടില്ല, പക്ഷേ ഇവിടെ കൂർക്കെത്തി. ഇതെവിടെ നിന്ന് വരുന്നതാ? തിരൂര് പറിച്ചു തുടങ്ങിയെന്ന്. ഓ, നേന്ത്രക്കായകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ആ അതെ, ഇതാണ് ചിരക്കുക. ചിരക്കി ഇരിക്കുന്നുണ്ട. ഇന്നേ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച കാരണം ഭയങ്കര തിരക്കാണ്. ഞായറാഴ്ച കേൾക്കണേ ആള് ഭയങ്കര തമാശക്കാരനാട്ടാ. ആള് പോയി. അതായത് മാർക്കറ്റിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര കോമഡിയാ. ചേട്ടൻ്റെ പേരെന്താ? എവിടെ വീട്? പാലക്കില് എവിടെ? അവിടെയൊക്കെ അറിയാം. നമ്മളെ അറിയാം. ശങ്കരമംഗലം അമ്പലത്തിൻ്റെ അതല്ല, നമ്മളെ പരിചയക്കാരന്. ക്യാരറ്റ് എത്ര വില? ഞാൻ വരുമ്പോ വാങ്ങിക്കാം. ഇത് ഈ ശക്തനിലെ ഏറ്റവും വില കുറച്ച് രാവിലെ പറഞ്ഞ വില ഏറ്റവും വില കൂടുതൽ. ആൾ പറഞ്ഞേട്ടാ. പരസ്പരം പാര വെപ്പാണ് ഇവരെ മെയിൻ പണി. ഏറ്റവും വലിയ പാര ഞാൻ വരുമ്പോ അവിടുത്തെ ചിലപ്പോ മുറിഞ്ഞ കഷ്ണങ്ങളാവില്ല. ഇത് നമ്മുടെ ഓണത്തിന്റെ പയറ്, ചുവപ്പ് പയറ്. ആള് ചോദിക്കുക ഏത് കോളേജിലാണെന്ന്. ഇവിടെ എന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ 2 സൈഡും വണ്ടികളായിരികളിയാണ് നിറച്ച്. ഭയങ്കര തിരക്കേട്ടാ. ആളുകൾ കാലത്ത് തന്നെ ഒരു 4-5 മണിയാകുമ്പോഴേക്കും ആളുകൾ ഇവിടേക്ക് എത്തും. അതെ, കൂർക്ക വെള്ളത്തിൽ മറ്റേ ഇതാക്കിയിട്ട് കൊണ്ടുവന്നുണ്ട് കേട്ടാ. ചവിട്ടി കൊണ്ടുവന്നുണ്ട്. ഇതെത്രയാ? 100 രൂപയാണ് കൂർക്കയ്ക്ക്. കൂർക്ക സീസൺ അല്ലാത്ത കാരണേ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇത് തിരൂരുന്നാ? നമ്മുടെ മാങ്ങ, നെല്ലിക്ക സെക്ഷനാണ് ഈ സൈഡ്. ആ സൈഡ് തക്കാളി. വെറുതെ എങ്ങനെ എടുത്ത് നടക്കണം മാർക്കറ്റ്. അത് മറ്റേ നെല്ലിക്കല്ലോ. നെല്ലിക്ക് പ്രത്യേകത ഉണ്ട് കേട്ടാ. കണ്ട ഇതെത്ര വില? 50 രൂപയുള്ള നെല്ലിക്ക്. ഞാൻ ഇപ്പോൾ വാങ്ങിക്കില്ല, കൈ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അതേ മറ്റേ നെല്ലിക്കുണ്ട് കേട്ടാ. വേറെ ടൈപ്പ് നെല്ലിക്ക, വലിയ നെല്ലിക്ക. ഓണത്തിൻ്റെ പടുകപ്പുളി. ശക്തൻ മാർക്കറ്റില്ലേ, നമ്മൾ പണ്ട് ഒരു ഹോർട്ടികോർപ്പിൻ്റെ ഒരു പച്ചക്കറി നടത്തി തുടങ്ങി. ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യും. അവർ കർഷകരെ കയ്യിൽ നിന്ന് നേരിട്ട് ശേഖരിച്ചിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറി കടയിലേക്ക് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെയാണെന്ന് വിചാരിച്ച സാധാരണ ഇവിടെയുള്ള ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെക്കാളും ഇത്തിരി വില കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യും, അവർ കൊണ്ടുവരും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമ്മൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച തിരിഞ്ഞ് നമുക്ക്
ഷാജൻ ചേട്ടനും പിന്നെ മാജി അവരെ കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വന്നപ്പോഴുണ്ട് ഹോർട്ടികോർപ്പിൻ്റെ അവർ പച്ചക്കറി കർഷകരെ ഇന്ന് നേരിട്ട് വാങ്ങിച്ച് അതാണ് പറഞ്ഞത്. പക്ഷേ ഹോർട്ടികോർപ്പിൻ്റെ വണ്ടിയിൽ നമ്മുടെ അവിടേക്ക് പച്ചക്കറി കൊണ്ടുവരുന്ന ആൾ ഇവിടെ നിന്ന് ചാക്കിലായിട്ട് പച്ചക്കറി വാങ്ങിച്ച് കൂട്ടുന്നു. അതാണ് നമുക്ക് കൊണ്ടു തുടങ്ങുന്നത്. അന്ന് തന്നെ ഹോർട്ടികോർപ്പിൻ്റെ പിറ്റേ ദിവസം ഹോർട്ടികോർപ്പിൻ്റെ കച്ചവടത്തിന് ഞങ്ങൾ നിർത്തിച്ചു. അങ്ങനെ സംഭവം ഉണ്ട് അതിൻ്റെ ഇവിടെ ലോറിയിൽ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. തമിഴ്നാട് വണ്ടി ചോളം എന്നുകൊണ്ട് ചോളം പയറ് ഈ വശങ്ങളിലൊന്നും നമുക്ക് ഇങ്ങനെ ചില്ലറായിട്ട് കിട്ടില്ല. അപ്പോൾ 1 കിലോ 1/2 കിലോനായിട്ടൊന്നും കിട്ടില്ല ചേട്ടാ. നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ? എല്ലാവരും പണിയെടുക്കുന്നില്ല. അതെ, നിങ്ങൾ എത്ര മണിക്ക് വരാം? അല്ല, കാലത്ത് എത്ര മണിക്ക് വരാം ഇവിടെ? പുലർച്ചെ 6 മണിക്ക് വന്നാൽ മതി. 6 മണി. ആ, അത് ശരി. ഇവർക്ക് പണിയുണ്ട്, അവര് പോവാന്ന്. 6 മണി കഴിഞ്ഞിട്ട് വരുന്ന വണ്ടി ഇറക്കാനുള്ളതാ. ആ വണ്ടിയില്ല. നാളെ വൈകുന്നേരം വരുന്ന വണ്ടി ഇറക്കണം ആൾക്കാരാണ്. അതെ, എന്താ പേര്? ലിയോ. എവിടെ വീട്? നെല്ലിക്കുന്ന്. ആ, ഇവിടെ നടത്തറ നെല്ലിക്കുന്ന്. എൻ്റെ അമ്മ ഈ വണ്ടിയിൽ ഇവിടെ ഇതിനിടെ എവിടെ നടന്ന് എടുക്കാൻ പറ്റില്ലല്ലേ? ഇവിടെ ഇല്ലേ ഈ സൈഡും മുഴുവൻ വണ്ടികളായിട്ട് നിറഞ്ഞ് സാധനങ്ങൾ കയറ്റി വിടുവാനായിട്ടേ. പണ്ട് മാർക്കറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂർ ജയ ബേക്കറിയുടെ ബാക്കിലായിരുന്നു പഴയ മാർക്കറ്റ്. പിന്നെ ഇങ്ങോട്ടാണ് മാറിയത്. ഇതൊരു വലിയൊരു പാടമായിരുന്നു, വലിയൊരു പാടം. ആ പാടം നികത്തി ആക്കിയിട്ടുള്ളതാണ് ശക്തൻ മാർക്കറ്റ്. മല്ലിയില പുതിനല്ലര കേന്ദ്രം. കുമ്പളങ്ങ കാട്ടിയിട്ട് നോക്കിയാൽ എന്ത് രസം കുമ്പളങ്ങ നിറച്ചിട്ട് വെച്ചോണ്ട്. മത്തങ്ങ, ചേന, കായ, നാളികേരം, അതിൻ്റെ കുറ്റിക്കാട് തരക്. നല്ല രസമാണ് മാർക്കറ്റ് ഇവിടെ നടക്കുന്നത്. പലതരത്തിലുള്ള ആളുകളെ കാണാൻ പറ്റും. കോളിഫ്ലവർ, ലോട്ടറിയാണോ? ആളെന്നെ കൊണ്ടൊരു ലോട്ടറി എടുപ്പിക്കും. എന്താ ചേട്ടൻ്റെ പേര്? സുരേന്ദ്രൻ. എവിടെ വീട്? വാഞ്ഞിരപ്പള്ളി. എനിക്കൊരു ടിക്കറ്റ് തന്നെ. അപ്പോൾ ചേട്ടൻ്റെ ഞാൻ ഒരു ടിക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടാ. ശക്തനെ വന്നിട്ട് ഭാഗ്യം കിട്ടുമെന്ന് നോക്കണ്ടേ? അപ്പോൾ കാലത്ത് നേരത്തെ തന്നെ വരുമോ? 4 മണിക്ക് വരും. 4 മണിക്ക് ഇനി വരെ 5:30 വരും. 5:30 ഇനി വരെ അടുത്ത ബസ്സുണ്ടോ? വണ്ടി വരും. ആര് വണ്ടിമേ? എൻ്റെ വണ്ടി. ആ, ഇന്നലെ എത്ര മണിക്ക് ഇവിടുന്ന് പോവാ? ഒരു 10-12 മണിയാകുമ്പോൾ പോകും. വീട്ടിലായിരിക്കണ്ടേ? വീട്ടില് 2 മക്കളുണ്ട്. ആ, പിന്നെ 3 മക്കളാ. 2 ആളുണ്ട്, പെണ്ണും ഞാനും മാത്രമേ. ആ, അപ്പോൾ ലോട്ടറി കച്ചവടം. അപ്പോൾ എന്താ ഇത് മുന്നേ പണി? ഇവിടെ മാർക്കറ്റിൽ ജോണി. അതെ, അതല്ല ജോണി തട്ടിട്ടാക്കണം. ജോണി തട്ട അവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 കൊല്ലമാകാൻ പോകണം. അതെ, ഇതെന്തിൻ്റെ ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ നമ്മുടെ ശക്തൻ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ നല്ല കച്ചവടം ഉണ്ടാവട്ടെ. ചോളത്തിൻ്റെ ചാക്ക കയറ്റി കൊണ്ടുണ്ടോ? എൻ്റെ അമ്മേ, മാണി സൺസ്. ആ, അത് നമ്മുടെ കൊത്തമ്പല ചാക്ക് കണക്കിന്. നമ്മുടെ പണ്ട് കാലത്ത് സാമ്പാറിൽ എല്ലാവരും കടക്കാരെ ഏറ്റവും കൂടുതൽ ഇട്ട് കൊടുത്തുന്ന സാധനമാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇപ്പോൾ വിലയുണ്ടല്ലേ? 17 ഹോൾസെയിൽ റേറ്റ് 17. വെണ്ടയ്ക്ക 7.50. 1 കിലോ വെണ്ടക്കായ്ക്ക് ഒരു ചാക്ക് എടുക്കാം. ഒരു ചാക്ക് വണ്ടി ഒരു മിനിറ്റ്. വെണ്ടക്കായിൽ ഒരു ചാക്കായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാന്ന് പറഞ്ഞാൽ 7.50 ഈസി ആണ് കേട്ടോ. ഒരു ചാക്ക് എന്ന് പറഞ്ഞാൽ എത്ര കിലോനാ? അതങ്ങനെ ചിലപ്പോൾ 60 50 വരും. ഉള്ളി നോക്കിയേ, ഇതിന് ഗംഭീരമായ ഉള്ളി. ഓണത്തിന്റെ സ്പെഷ്യൽ ഉള്ളിക്ക് എത്ര വില? 75. 60 ഉള്ളി. 48 കുറേ ടൈപ്പ് ഉള്ളികളുണ്ട്. ഇത് 15. കുമ്പളങ്ങ 15 രൂപ. 5 രൂപ. മത്തങ്ങയും 5 രൂപ. പിന്നെ കുയില് 18 രൂപ. അപ്പം എന്തൊരു സംഗതി വെച്ചില്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ വക സാധനങ്ങൾ കച്ചവടം നടത്തുന്ന ഇങ്ങോട്ട് വന്നാലും 33 നമ്പർ 33 ശക്തി. എന്താ ചേട്ടൻ്റെ പേര്? എവിടെ? അല്ല, പേര് ചേട്ടൻ്റെ? സിൽവർ സ്റ്റാലിൻ. പണ്ടത്തെ സൂപ്പർ സ്റ്റാറിൻ്റെ പേരാണ്. എവിടെ വീട്? മണ്ണുത്തിയിലൂടെ തമ്മിൽ പേര്.
നമ്മള് ഒല്ലൂരിലതാ. നമ്മള് ഈ യൂട്യൂബ് ചാനലാണ്. ഞാൻ ഈ ശക്തൻ മാർക്കറ്റ് വെറുതെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്പർ 33 പോന്നോട്ടെ. ആള് നല്ല സഹകരണ മനോഭാവമുള്ള ഒരു കച്ചവടക്കാരനാണ്. അല്ല ഷാജി പറഞ്ഞിട്ടേ ആള് മത്തന്റെ ഹോൾസെയിൽ ഡീലറാണ് ഷാജി ചുവൂര്. നമ്മുടെ ചുവൂര് ഫർണിച്ചറിന്റെ സ്ഥലല്ലേ അവിടെ തന്നെ. പോവാ എന്നിട്ട് ഇവിടെ വന്നേക്കണത് എവിടെ? ആ അതേ ഒരു മുകളിൽ ഒരാൾ നിൽക്കണോ. ആളെ എന്താ പ്രത്യേകത? ആൾക്ക് ഇല വാങ്ങിച്ചുകൊണ്ട് പോണ ആള്. ആ ഇല എറിഞ്ഞിട്ടെന്ന്. അവിടെ ഒരു ചായ കച്ചവടം ഉണ്ട് കേട്ടാ. ചെറിയ വർഷങ്ങളായിട്ടുള്ള കച്ചവടം. ചായ കച്ചവടം. ആ എന്റെ അതിൽ ഓർമ്മയില് ഒരു 10-40 കൊല്ലം. അപ്പൊ ഇപ്പൊ ഇത് മുന്നേ നടത്തിവിടുന്ന ആരാ? അല്ല ഇപ്പോഴും വേറെ ആളെ നടത്തണം. ഞാൻ ചായ കുടിക്കാൻ വന്ന ആളാ. ആ അത് ശരി. 45 വർഷമായി എന്റെ അപ്പനും കൂടെ തന്നെ ചായ കുടിക്കും. അതെ. ആ തലമുറകളായിട്ട് ചായ കച്ചവടം നടത്തുന്നതാണ്. പക്ഷെ ഇവിടെ ചായ അടിക്കില്ല. ആള് ചായ കുടിക്കാൻ വന്നു. ഞാൻ ചോദിച്ചാൽ ആളുടെയാണ് ചായ ഇടാന്ന് ചോദിച്ചു. ആ ഇവിടെ ചെറുചായയുടെ കേന്ദ്രമായിട്ട് ചെറുചായ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് മീൻ മാർക്കറ്റിൽ വന്നു കേട്ടാ. കുഞ്ഞ് ചെമ്മീൻ കിട്ടണം നമുക്ക്. കുഞ്ഞ് ചെമ്മീൻ. സുരേഷ് ഗോപി വന്നു. പച്ചക്കറി മാർക്കറ്റിൽ വന്നതാ. നിങ്ങടെ വന്നു. ഷേവിംഗ് മുറിയാണോ? ഷേവിംഗ് മുറിയാണോ? അപ്പൊ എന്തായാലും സന്തോഷം. രണ്ടുപേരുടെ പാട്ടൊക്കെ പാടുന്ന കേട്ടോ. വീഡിയോ തിരിഞ്ഞ് യൂട്യൂബിൽ തിളങ്ങി നിൽക്കില്ല. രണ്ടുപേരുടെ പാട്ടുകൂടെ തുടങ്ങിയിട്ടുണ്ട്. അറിയേ മീനുകൾ നോക്കിയ ഏട്ടയല്ലേ നോക്കിയ എന്തോരേട്ടയ. ഇത് മുഷു ആഫ്രിക്കൻ മുഷു ഇട്ടാ ഏട്ടയില്ല. കാട്ടക്കാൻ പറ്റില്ല. ചെമ്മീൻ നോക്കിയേ. എന്തായാലും ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇതിന് മുന്നിൽ നടക്കാം. സാറേ നമുക്ക് അതി കൂടെ തുറന്ന് കാണാം. നമ്മുടെ ഒപ്പം സെൽഫി ആളെടുത്ത് കേട്ടാ എടുത്തു. അവൻ നമ്മുടെ ക്യാമറാമാനെ ആളെ സെൽഫിട്ടാ. ഓക്കെ താങ്ക് യു. പോയ ചേലക്കര ആളെ പോവാണ് കേട്ടാ. എന്തായാലും നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ കണ്ട് കറങ്ങി. അതേ ആളിങ്ങനെ ശക്തനിലത്തെ അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് കുറേ ആളുകളൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടക്കാണ്. ശരിയാക്കുന്നുണ്ട്. അത് നന്നാക്കിയിട്ട് കാര്യമില്ല. വെങ്കലപ്രതിമ വയ്ക്കാൻ പറ്റും. വെങ്കലപ്രതിമ പണിത് തരാം. 25 ലക്ഷം രൂപയ്ക്കുള്ള വെങ്കല പൂർണ്ണകായ പ്രതിമ പണിഞ്ഞു തരാം. സ്ഥാപിക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിയാണ്. ഗഡികളുടെ ആവശ്യമായിരിക്കും.
ചെയ്യാതെ കൗൺസിലർ 25 ലക്ഷം 25 ലക്ഷം രൂപ പറഞ്ഞിട്ടില്ലേ ഇന്നലെ പറഞ്ഞത് ലെഫ്റ്റ് കൂടുതൽ വിലമായിരിക്കും അവർ കൗൺസിലർ എങ്ങനെയാണെന്ന് വെച്ചാൽ 30 നമുക്ക് 14 ദിവസത്തിനുള്ളിൽ അനുമതി കിട്ടിയ പണിയാൻ കൊടുത്താൽ 6 മാസം കൊടുക്കും തീരാൻ. ഞങ്ങൾക്ക് തന്ന വാക്ക് നിങ്ങൾ പാലിച്ചു. എൻ്റെ വാക്ക് പാലിക്കത്തില്ല, പ്രവൃത്തി പാലിക്കും കേട്ടോ. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ നല്ലതാണ്. സുഖമായിരിക്കുന്നു. ഞാൻ കാണാറുണ്ട്. ശരി എന്നാ. എന്താ പേര്? ബാബു. ശരി. മാന്തലെടുക്ക് 2 കിലോ എടുത്തോ. 2 കിലോ മാന്തൽ. നന്നാക്കട്ടെ ഉണക്കാനാ ക്ലീൻചീൻ്റെ ആ ജ്യൂസ് വേൾഡ്. നമ്മൾ ഈ 2 കിലോ മാന്തൽ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പോലാണെങ്കിൽ ഇതൊന്നും വേണ്ട. ഇത് മതി മാന്തൽ ഉണക്കാൻ നമുക്ക്. അത് മീൻ മാർക്കറ്റ് നമ്മൾ വന്നു കണ്ടു കീഴടക്കി. വേണ്ട വണ്ടി വരുന്നു. ഇത് കയറുന്ന ഒരു ഐഡിയ പറയണ ചേട്ടാ. ബാബേട്ടൻ എന്നാണ് പേര്. ബാബേട്ടൻ. മീൻ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം. എല്ലാവർക്കും അറിയില്ല. ഒരു മാർക്കറ്റ് അല്ല, അതൊരു ചന്തയല്ലേ. അതല്ല നോക്ക് കാര്യം എന്താണ്, അതൊരു മാർക്കറ്റാ. അതാണ് കേട്ടോ. ഓക്കെ. എവിടെ വീട്? വീട് വെള്ളാനിക്കര, കിഴക്കേ വെള്ളാനിക്കര. ഓക്കെ. ഓക്കെ. ചിലൊരു സ്നേഹമുള്ള ഒരു ടിൻറ്റുമോന്ന് വിളിക്കും. സ്കൂളില് ഷുഗർ വന്ന് മരിച്ചുള്ള ആളല്ലേ? അല്ല, അതാസാണ്. ഷുഗർ അല്ല എനിക്ക് വന്ന, എനിക്ക് വട്ടച്ചോറി. കല്യാണരാമനില് ആളെ പ്രേതാണ് ഇവിടെ നിൽക്കുന്നത്. നോണ പറയില്ല, സൂപ്പർ ബാബു നോണ പറയില്ല കേട്ടോ. ഓ, ആ പറ്റിനെടുത്ത് പൊക്കി കാണിക്കാൻ പറ്റുമോ? ഞാനേ 35 കിലോ തൂക്കമുള്ള മീൻ 1 കിലോ 35 ഉണ്ടാവില്ല. ഇത് വല്ല 10-16 കിലോ ദേനമാവിന് ചേട്ടൻ പറയണേട്ടാ. അല്ലല്ലോ, ഒറിജിനൽ നാടൻ. അതെന്തുകൊണ്ടാ പറയണെന്നും കൂടി മനസ്സിലാക്കാൻ നിങ്ങള്. മറ്റത്തുനിന്നല്ല, ഇത് ഏനാമാവുന്നു. ഓക്കെ. പിന്നെ വളർത്തു ബ്രാലുണ്ട്, ആന്ധ്ര വിജയവാഡ. അതല്ല, മേടിക്കുന്നവർക്ക് സ്വാദോടുകൂടി കഴിക്കാം. ഒരു ബ്രാല് മേടിച്ചാൽ ചെത്തണോ, ചെതമ്പലടിക്കണോ, തൊലി സ്കിന്ന് റിമൂവ് ചെയ്യണോ, ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. പോരെ. അതാണ് നമ്മുടെ നാസറിന്റെ സ്റ്റാളിന്റെ പ്രത്യേകത. നാസറിന്റെ സ്റ്റാളിനല്ല, നാസറിന്റെ ഞങ്ങൾക്ക് സ്റ്റാഫാ, ഓൺലി സ്റ്റാഫാ. 92 നമ്പർ. 92, 93. രാവിലെ 92 അത് 93, ഇത് 92, ഇത് 91. അതെനിക്കറിയാം. അല്ല, അങ്ങനെയല്ല. 3 സ്റ്റാളും നമ്മുടെ. ശരി ശരി. ചേട്ടൻ പൊരിച്ചോ. ആ ലോറിയേ, ഒരു ലോറി പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. മാങ്ങ വയ്ക്കണ അമ്മാമ്മ. എനിക്ക് വേണ്ട, മാങ്ങ വേണ്ട. അപ്പോൾ നമ്മൾ വെറുതെ കറങ്ങിയപ്പോൾ ഇവിടെ സുരേഷ് ഗോപി നടക്കണുണ്ട്. അപ്പോൾ ഒപ്പം വെറുതെ കിടന്നാൾ തന്നു. നല്ല രസം. ആള് ഭയങ്കരമായ സെലിബ്രിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം നടക്കുമ്പോൾ ഒരു രസം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ചിരക്കി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 2 കിലോ മാന്തളം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതുകൊണ്ടുള്ള ചില പരിപാടികൾ ചെയ്യാം.